ഹായ് ഫ്രണ്ട്സ്, മൈ പെർഫെക്റ്റ് സ്ട്രേഞ്ചറിന്റെ 15ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫ്ലാഷ് ബാക്ക് സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. യുനു ആണ് കൊലപാതകി എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതല്ലായിരുന്നോ? ടീ ഹൗസിൽ വരുന്ന സമയത്തെല്ലാം യുനു ടീച്ചറിനെ ഫോളോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ സുനിയെ കെട്ടിയിട്ടിട്ട് ആ നോട്ട് എഴുതി വെച്ചതും യുനു ആണ്. സുനിയെ രക്ഷിക്കാൻ വന്ന കണ്ണാടി പയ്യനെ ആ കല്ലുകൊണ്ട് അടിച്ചു കൊന്നതും യുനു തന്നെയാണ്. ഇതെല്ലാം കാണിച്ചിട്ട് ഇപ്പോൾ പ്രസന്റ് സീനിലേക്കാണ് എത്തുന്നത്. യുനുവിന് ഇത് ടൈം ട്രാവൽ കാറാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ടണലിന്റെ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു യുൻവു. യുനുവിന്റെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഹേജൻ പെട്ടെന്ന് തന്നെ ആ ടണലിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. യുനു ടൈം ട്രാവൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹേജൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഹേജൻ യുനുവിനെ ടൈം ട്രാവൽ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു. അവിടെ താഴെ കിടക്കുന്ന ഹേജനെ യുൻവു ഒരുപാട് ഉപദ്രവിക്കുന്നു. ഹേജനെ ഉപദ്രവിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവാൻ ശ്രമിച്ച യുൻവുനെ ഹേജൻ വിട്ടില്ല. ഹേജൻ യുൻവു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ കാലൊക്കെ മുറുകെ പിടിക്കുന്നു. എന്നാൽ അപ്പോഴും യുൻവു ഹേജനെ ഉപദ്രവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു കല്ലെടുത്ത് വന്ന് ഹേജുനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് യൂനിനെയാണ്. ന്യൂസിൽ വന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ടെൻഷനായിട്ടാണ് യൂൻ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നത്. എന്നാൽ യൂൻ നോക്കുമ്പോൾ വീടെല്ലാം തുറന്നു കിടക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യൂനിന് മനസ്സിലായി. അങ്ങനെ യൂൻ അവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നോവലിസ്റ്റ് വെച്ചെത്തിയത്. ശരിക്കും ഹേജൻ ആ കൊലയാളിയെ കണ്ടിരുന്നോ? നിങ്ങളുടെ കൂടെ തന്നെ ആ കൊലയാളി ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താണ് ഒന്നും ചെയ്യാതിരുന്നത് എന്നൊക്കെ നോവലിസ്റ്റ് വെച്ച് തിരക്കുന്നു. നോവലിസ്റ്റ് വെച്ച് ഇതെന്താണ് പറയുന്നത് എന്നുള്ള കാര്യം യൂനിന് മനസ്സിലായില്ല. അപ്പോഴാണ് ശരിക്കുള്ള കൊലപാതകി അത് യുൻവു ആണ്, അതായത് നമ്മുടെ പ്രിൻസിപ്പലിന്റെ മകനാണ് എന്നുള്ള കാര്യം നോവലിസ്റ്റ് വെച്ച് യൂനിനോട് പറയുന്നത്. ഇത് കേട്ട് യൂൻ ആകെപ്പാട് ഷോക്ക് ആവുന്നു. യൂൻ നോക്കുമ്പോൾ അവിടെ ഹേജനും ഇല്ല, ടൈം ട്രാവൽ കാറും ഇല്ല, അതേപോലെ തന്നെ യുൻവു ഇല്ല. പെട്ടെന്ന് തന്നെ അവരെല്ലാം അന്വേഷിച്ച് യൂൻ അവിടെ നിന്ന് ഓടി. അവരെ അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ പോലീസുകാരനെയും യൂൻ കാണുന്നു. ശരിക്കും ഹേജന്റെ പുറകിന് തന്നെ നമ്മുടെ പോലീസുകാരനും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹേജൻ എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യം പോലീസുകാരനും അറിയില്ല. അവരെങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് യൂൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുന്നു. യുനുവും പോലീസുകാരനും നേരെ ചെല്ലുന്നത് ആ ടണലിന്റെ അടുത്തേക്ക് തന്നെയാണ്. ആ സമയത്ത് യുനു ഹേജുനെ അടിക്കാൻ വേണ്ടി ആ കല്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒന്നും നോക്കിയില്ല യുനുവിനെ പെട്ടെന്ന് തന്നെ ആ പോലീസുകാരൻ ഷൂട്ട് ചെയ്യുന്നു. യുനുവിന്റെ കയ്യിൽ മാത്രമാണ് ബുള്ളറ്റ് കയറിയിരിക്കുന്നത്. ഹേജൻ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ പ്രാവശ്യം രക്ഷപ്പെട്ടത്. പ്രിൻസിപ്പലിന്റെ മകനല്ലേ യുനു, അതുകൊണ്ട് തന്നെ പോലീസുകാരെല്ലാം പ്രിൻസിപ്പലിന്റെ വീട്ടിലേക്ക് എത്തുന്നു. പുള്ളി ഈ വില്ലേജിലെ പ്രിൻസിപ്പലിനപ്പുറം ഈ വില്ലേജിലെ ചെയർമാൻ കൂടിയല്ലേ, അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെ എല്ലാവർക്കും ഒരു ബഹുമാനം തന്നെയാണ്. എന്നിരുന്നാലും പ്രിൻസിപ്പലിന്റെ മകനല്ലേ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്, അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയത്. പോലീസുകാർ യുൻവുനെ അറസ്റ്റ് ചെയ്തെങ്കിലും മതിയായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് പോലീസുകാർ ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ പോലീസുകാർക്കും വേണ്ടത്ര തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് യുൻവുനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാരനെയാണ്. എന്നാൽ യുൻവു ഒരു പേടിയില്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം പോലീസുകാർക്ക് തന്റെ വീട്ടിൽ നിന്ന് ഒരു തെളിവുകളും ലഭിക്കില്ല എന്ന് യുൻവുന് നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തെളിയിക്കേ എന്നൊക്കെ യുൻവു പോലീസുകാരനോട് പറയുന്നു. അങ്ങനെ പോലീസുകാരൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഹേജനോടും യൂനിനോടുമായി പറയുന്നു. യുൻവുന്റെ വീട്ടിൽ അന്വേഷിച്ച സമയത്ത് ആ മാച്ച് ബോക്സോ അതേപോലെ തന്നെ മരിച്ചുപോയ പെൺകുട്ടികളെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറുകളോ ഒന്നും ആ വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. പിന്നീടുള്ളത് മാച്ച് ബോക്സിനകത്ത് ആ നോട്ടാണ്. ആ നോട്ട് യുൻവുന്റെ കൈയക്ഷരവും അല്ല. അതുകൊണ്ട് തന്നെ ഇത് യുൻവു ആണ് ചെയ്തത് എന്ന് പോലീസുകാർക്ക് തെളിയിക്കാനാവില്ല. അതേസമയം ഓണർ ലേഡി നേരെ എത്തിയിരിക്കുന്നത് പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. യുൻവു ഓണർ ലേഡിക്ക് അയച്ച ലവ് ലെറ്റേഴ്സ് എല്ലാം ഓണർ ലേഡി പ്രിൻസിപ്പലിനെ കാണിക്കുന്നു. ആ ലെറ്റേഴ്സ് എല്ലാം കണ്ട് പ്രിൻസിപ്പൽ ആകെപ്പാടെ ഞെട്ടി. കാര്യം യുൻവുന് ഇതേപോലുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് എന്നുള്ള കാര്യം പ്രിൻസിപ്പലിന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ യുൻവു ഈ ഹാൻഡ് റൈറ്റിംഗിൽ നമ്മുടെ ഓണർ ലേഡിക്ക് ലവ് ലെറ്റേഴ്സ് മാത്രമേ എഴുതുള്ളായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം യുൻവു വേറെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആകെ ഈ ഹാൻഡ് റൈറ്റിംഗിനെ കുറിച്ച് അറിയാവുന്നത് ഓണർ ലേഡിക്ക് മാത്രമാണ്. ഓണർ ലേഡിക്ക് യുൻവു അയച്ച കത്തുകളാണ് അതെല്ലാം. ഇതെല്ലാം യുൻവു ആണ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും ഓണർ ലേഡി പേടികൊണ്ടാണ് ആരോടും ഒന്നും പറയാതിരുന്നത്. കാരണം തന്റെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ പേടിയിലായിരുന്നു ഓണർ ലേഡി. പിന്നീട് നമ്മൾ കാണുന്നത് ഹേജനെയാണ്. ഹേജന്റെ മാച്ച് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന ആ നോട്ടിലെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട് നല്ല പരിചയമുണ്ട്. താൻ അത് എവിടെയാണ് കണ്ടത് എന്നൊക്കെ ഹേജൻ ഓർത്തെടുക്കുന്നു. അപ്പോഴാണ് ഹേജൻ കുഞ്ഞായിരുന്ന സമയത്ത് നടന്നൊരു കാര്യം ഹേജൻ ഓർക്കുന്നത്. ഹേജൻ കുഞ്ഞായിരുന്ന സമയത്ത് ഹേജന്റെ അച്ഛൻ ഹേജന് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹേജൻ അത് തന്റെ മുത്തശ്ശനെ കാണിച്ചപ്പോൾ, അതായത് നമ്മുടെ പ്രിൻസിപ്പലിനെ കാണിച്ചപ്പോൾ പ്രിൻസിപ്പൽ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. യുനുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ടാണ് അന്ന് പ്രിൻസിപ്പൽ ദേഷ്യപ്പെട്ടത്. ഇതെല്ലാം ഹേജൻ ഇപ്പോൾ ഓർത്തെടുക്കുന്നു. ഇത് ഓർത്തെടുത്ത് ഹേജൻ നേരെ ചെല്ലുന്നത് പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പ്രിൻസിപ്പലിനെതിരെ പറ്റി എന്തൊക്കെയോ അറിയാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹേജൻ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രിൻസിപ്പൽ ആ സമയത്ത് ഓണർ ലേഡി നൽകിയ ആ കത്തുകളെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് യുനു ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ കത്തുകളൊന്നും പുറത്തു വരരുത്. ആ കത്ത് മാത്രമേ ഉള്ളൂ യുനുവിനെതിരായിട്ടുള്ള തെളിവുകളായിട്ട്. തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽ അതെല്ലാം
കത്തിച്ചു കളയുന്നത്. എന്നാൽ ഇത് കണ്ട് ഹേജൻ പെട്ടെന്ന് തന്നെ ആ കത്തുകളെല്ലാം പിടിച്ചു മേടിച്ചു. തന്റെ മകനെ രക്ഷിക്കണം, അത് നിന്റെ അച്ഛൻ കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൽ ഹേജനോട് കരഞ്ഞു സംസാരിക്കുന്നു. പുള്ളി ഒരുപാട് കെഞ്ചി പറയുന്നുണ്ട്, പക്ഷെ ഹേജൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഹേജൻ അറിയാം തന്റെ അച്ഛൻ കാരണം ആരൊക്കെയാണ് ഇനിയും മരിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോഴെങ്കിലും അതൊന്നും തടഞ്ഞില്ലെങ്കിൽ ഇനിയും ഒരുപാട് മരണങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ആ തെളിവുകളെല്ലാം പോലീസ് തന്നെ ഏൽപ്പിക്കാനാണ് ഹേജൻ ഉദ്ദേശിക്കുന്നതും. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് റിപ്പോർട്ടേഴ്സിനോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരനെയാണ്. ഹേജൻ ആ തെളിവുകൾ കൊടുത്തതുകൊണ്ട് തന്നെ യുൻവോ ആണ് പ്രതി എന്നുള്ള കാര്യം പോലീസുകാരൻ റിപ്പോർട്ടേഴ്സിനോട് പറയുന്നു. വീക്ക്നെസ് ആയിട്ട് നോവലിസ്റ്റ് വെച്ചുണ്ടെങ്കിലും നോവലിസ്റ്റ് വെച്ച് ആദ്യമേ ഒരു കള്ളം പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അവളുടെ മൊഴി ഇനി വിശ്വസിക്കാനാവില്ല. പിന്നീടുള്ളത് ഓണർ ലേഡിയാണ്. ഓണർ ലേഡി ഇപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഓണർ ലേഡി പിന്നെയും ആ വില്ലേജ് വിട്ടുപോയി. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിരിക്കുകയാണ്. അവിടെ നടന്ന മർഡറിന്റെ എല്ലാം ശരിക്കുള്ള പ്രതി ഇപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യുൻവോ എഴുതിയ ലെറ്റേഴ്സും തെളിവുകളായിട്ട് പോലീസുകാരുടെ കയ്യിലുണ്ട്. യുൻവോനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ആ കാർ യുൻവോ ശരിയാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹേജനും യുനും ഇനി ടൈം ട്രാവൽ ചെയ്ത് അവരുടെ ശരിക്കുള്ള ടൈം ലൈനിലേക്ക് തന്നെ പോകാൻ സാധിക്കും. അങ്ങനെ അവർ അവിടുന്ന് പോകുന്നതിന് മുന്നേ അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരോടും തന്നെ യാത്ര ചോദിക്കാനായി അവർ തീരുമാനിക്കുന്നു. അങ്ങനെ യോൻ യാത്ര ചോദിക്കാനായി ആദ്യം എത്തുന്നത് ഹേസബിന്റെ അടുത്തേക്കാണ്. ആ സമയം ഹേസബ് ഒരു ഷോപ്പിന്റെ മുന്നിൽ നിന്ന് ഗിറ്റാറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹേസബിന് മ്യൂസിക് ഇഷ്ടമായിരുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ കണ്ടതായിരുന്നു. അന്ന് ഹേസബ് കണ്ണാടി പയ്യന്റെ ഗിറ്റാറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവന് സ്വന്തമായിട്ട് ഒരു ഗിറ്റാർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ആ ഗിറ്റാർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് പൈസയൊന്നും ഹേസബിന്റെ കയ്യിലില്ലായിരുന്നു. ആ സമയമാണ് യോനും ആ ഷോപ്പിലേക്ക് കയറി വരുന്നത്. യോനൊന്നും നോക്കിയില്ല. യോൻ തന്റെ അച്ഛന് വേണ്ടിയിട്ട് ആ ഗിറ്റാർ മേടിച്ചു കൊടുക്കുന്നു. ഇത്രയ്ക്കും പൈസ ഇനി ഇവൾ അടിച്ചു മാറ്റിയതാണോ എന്നൊക്കെ ഹേസബ് ചിന്തിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. ഇത്രയ്ക്ക് വിലയുള്ള ഗിറ്റാർ തനിക്ക് മേടിച്ചു തന്നെയല്ലേ, ഇനി ഇവക്കെങ്ങാനും തന്നോട് ഇഷ്ടമായിരിക്കുമോ എന്നൊക്കെ ഹേസബ് ചിന്തിക്കുന്നു. എന്നാൽ യോൻ താൻ ഇവിടെ നിന്ന് പോവാണെന്നും ഒരിക്കലും സുനയുടെ കണ്ണ് നിറയാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നൊക്കെ യോൻ പറയുന്നു. യോൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഹേസബിനും വിഷമമായി. പിന്നീട് യോൻ ചെല്ലുന്നത് സുനയോട് യാത്ര പറയാൻ വേണ്ടിയിട്ടാണ്. സുനയാണെങ്കിൽ ആകെപ്പാടെ ഇമോഷണൽ ആവുന്നു. ഇനി എപ്പോഴാണ് കാണുക എന്നൊക്കെ ചോദിച്ച് സുനയെ ആകെപ്പാടെ വിഷമിക്കുന്നു. നമ്മൾ ഉറപ്പായിട്ട് ഫ്യൂച്ചറിൽ മീറ്റ് ചെയ്യും. എന്നാൽ അന്നത്തെ സുനയ്ക്ക് ഈ ഒരു ലുക്ക് അല്ല. എന്നാലും ഞാൻ ആ സുനയെ ഒരുപാട് മിസ് ചെയ്യും എന്നൊക്കെ യോൻ പറയുന്നു. ആ സമയം ഹേജൻ നേരെ ചെല്ലുന്നത് ഹേജന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് യുൻവോനെ കാണാൻ വേണ്ടിയിട്ടാണ് ഹേജൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് നേരത്തെ നടന്ന കുറച്ച് സംഭവങ്ങളെല്ലാം നമ്മളെ കാണിക്കുന്നത്. യുൻവോ അവിടെ കാർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു അലമാരി ഇരിക്കുന്നത് യുൻവോ കാണുന്നത്. യുൻവോ ആ അലമാര ഒന്ന് പിടിച്ചു തിരിച്ചപ്പോഴേക്കും അകത്ത് കയറാനുള്ള സ്റ്റെപ്പുകളാണ് യുൻവോ കണ്ടത്. യുൻവോ ഒന്നും നോക്കിയില്ല, അതുവഴി നേരെ വീടിനകത്തേക്ക് കയറി. യുൻവോ നേരെ ചെല്ലുന്നത് ആ സീക്രട്ട് റൂമിലേക്കാണ്. എന്നാൽ ഹേജൻ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. യുൻവോ ഒന്നും നോക്കിയില്ല, ആ പൂട്ട് പൊളിച്ചിട്ടാണ് യുൻവോ അകത്തേക്ക് കയറിയത്. അകത്ത് കയറി യുൻവോ ആകെപ്പാടെ ഞെട്ടിപ്പോകുന്നു. കാര്യം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം ന്യൂസ് പേപ്പർ കട്ടിങ്സ് അവിടെ ഉണ്ടല്ലോ. അത് മാത്രമല്ല അവിടെ ഒരുപാട് എവിഡൻസുകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ടൈം ട്രാവൽ കാറിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാനുവൽ ഇല്ലേ, ആ ബുക്ക് അവിടെ ഇരിക്കുന്നത് യുൻവോ കാണുന്നത്. അപ്പോഴാണ് അത് ടൈം ട്രാവൽ കാർ ആണെന്നുള്ള കാര്യം യുൻവോന് മനസ്സിലായത്. ഞാൻ നിന്നെ ഫ്യൂച്ചറിൽ കൊല്ലുന്നത് കൊണ്ടാണോ നീ ഇപ്പോൾ വന്ന് എന്നെ പിടിച്ചു കൊടുത്തത് എന്നൊക്കെ യുൻവോ തിരക്കുന്നു. നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ ഏജന്റ് പറയുന്നു. ഓണർ ലേഡിക്ക് ഈ കൊലപാതകങ്ങളെ കുറിച്ചെല്ലാം അറിയായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അവരെ മാത്രം വെറുതെ വിട്ടത്? നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നൊക്കെ ഏജന്റ് തിരക്കുന്നു. ശരിക്കും യുൻവോന്റെ അമ്മ യുൻവോനെ കുഞ്ഞിലെ തന്നെ ഉപേക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് തനിക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഫാമിലി വേണം. താൻ അനുഭവിച്ചതൊന്നും തന്റെ മകനും അനുഭവിക്കരുത് എന്നൊക്കെയായിരുന്നു യുൻവോന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അനാഥയായിട്ടും ഓണർ ലേഡിയുമായിട്ട് യുൻവോ റിലേഷനിലായതും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം യുൻവോ ഏജന്റിനോട് പറയുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട ആ ലൈഫിലേക്ക് നിങ്ങൾ എത്തിയതായിരുന്നു, പക്ഷെ ഇനി അതൊന്നും നടക്കില്ല എന്നൊക്കെ ഏജന്റ് പറയുന്നു. എന്തുകൊണ്ടാണ് ഏജന്റ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് യുൻവോന് മനസ്സിലായില്ല. അപ്പോഴാണ് ഓണർ ലേഡി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം ഏജന്റ് യുൻവോനോട് പറയുന്നത്. അത് കേട്ട് യുൻവോന് വിശ്വസിക്കാനേ ആയില്ല. അത് മാത്രമല്ല ഓണർ ലേഡിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് താനാണ് എന്നുള്ള സത്യവും കൂടെ ഏജന്റ് പറയുന്നു. യുൻവോ അത് വിശ്വസിക്കാതിരിക്കുന്ന സമയത്ത് ഏജന്റും ഏജന്റ് അച്ഛനും കുഞ്ഞിലെ എടുത്തിരുന്ന ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ട് ഏജന്റ് അവിടെ നിന്നും പോകുന്നു. അത് കണ്ട് യുൻവോ ആകെപ്പാട് ഷോക്കായി നിൽക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ഏജന്റ് നേരെ ചെല്ലുന്നത് സുനയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് സുനയുടെ വീട്ടുകാരോടും ഏജന്റ് യാത്രയെല്ലാം പറയുന്നു. സുനയുടെ വീട്ടുകാർ അവരെ ഒരു ഫാമിലി പോലായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് അവർ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വിഷമത്തിലാണ്. അങ്ങനെ ഏജന്റും യോനും ഹാപ്പിയായി തന്നെ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാറും എടുത്ത് ആ ടണലിലേക്കാണ് അവർ രണ്ടുപേരും പോകുന്നത്. അങ്ങനെ അവർ 2020
തെറ്റ് ചെയ്തിട്ട് ആ ടണലിന്റെ അകത്തേക്ക് കയറ്റുന്നു. എന്നാൽ ടണലിന് പുറത്തിറങ്ങി അവർ രണ്ടുപേരും ആകപ്പാട് ഷോക്കായി നിൽക്കുന്നു. അവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തുകൊണ്ടാണ് അവർ ഷോക്കായത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി ഈ ഡ്രാമയ്ക്ക് ഒരു എപ്പിസോഡ് കൂടി മാത്രമേ ഉള്ളൂ. ഈ 15 എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 16ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആ എപ്പിസോഡ് മിസ് ആവാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.